ബാക്ക് ടു EA രാജേന്ദ്രൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇദ്ദേഹത്തെ തിരക്കി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് രാവിലെ. അത് പ്രമാണിച്ച് പുള്ളി സ്ഥലം വിട്ടു. നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഇല്ല, നമ്മൾ വിചാരിച്ചു അദ്ദേഹത്തെ പോയത് ഞെട്ടിയത് നമ്മളാണ്. അവിടെ ആരുമില്ല, വാതിലൊക്കെ അടച്ചിട്ടേക്ക്. ഞാൻ പറഞ്ഞു അടുത്തതായി സന്ധ്യ രാജേന്ദ്രൻ, EA രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആരും ചേർന്നില്ല. ആ, നന്നായി അല്ലേ? പറഞ്ഞിട്ട് വരണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കലോത്സവം കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? കലകി. ആ, സൂപ്പർ അല്ലേ? കൊല്ലത്ത് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഇത്രയധികം ആളുകളുടെ ബാഹുല്യം. ഭയങ്കര ജനമായിരുന്നു. നമ്മളൊക്കെ ഇന്നലെ ഇടി കൊണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നോക്കി. നല്ല ഇടിയായിരുന്നു. അത്യാവശ്യം നിലവാരം ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ വല്ല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തിൽ അന്ന് ഈ കോളേജ് തലത്തിലുള്ള ഉത്സവങ്ങളിലാണ് പങ്കെടുത്തത്. അന്ന് നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നതിന് മുമ്പാണ്. ഞാൻ BSc പഠിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഏറ്റവും അനുസ്മരിക്കുന്ന കൊല്ലത്തെ താരങ്ങളിൽ O മാധവന്റെ സ്ഥാനമാണ് പ്രധാനം. സ്വന്തം അമ്മായിച്ചനാണെന്നുള്ള മാറ്റി നിർത്തിയാൽ O മാധവൻ എന്നുള്ള കലാകാരനെ എങ്ങനെ താങ്കൾ വിലയിരുത്തും? അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാവിധ ടെക്നിക്കുകളും ഞാൻ പഠിച്ചത്. പഠിച്ചോ? കുറെ പഠിച്ചു. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്ക് അദ്ദേഹത്തിന്റെ ടെക്നിക്കാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കില്ല. മക്കൾ പഠിച്ചിട്ടില്ല. അങ്ങനെ നടക്കട്ടെ, നമുക്കല്ലേ പറയാൻ പറ്റൂ. ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിൽ. കാരണം അദ്ദേഹം നമ്മളോട് പറയും, ഈ ആളുകൾ എപ്പോഴും നമ്മൾ ഈ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡാണല്ലോ. അന്ന് നാടകത്തിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴാണ് കൂടുതൽ മറ്റു തരത്തിലുള്ള മീഡിയകളൊക്കെ വന്നത്. അപ്പോൾ ചിലയിടത്ത് നാടകം പരാജയമാവും, ചിലയിടത്ത് നാടകം വിജയമാവും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളത്, പരാജയപ്പെടുമ്പോഴും വിജയം വരുമ്പോഴും നമ്മളൊരു എന്താ പറയുക, ഒരു പാസീവായിട്ടുള്ള മുഖത്തോടു കൂടി നിൽക്കണം. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു. അപ്പോൾ ശ്രീ EA രാജേന്ദ്രൻ, താങ്ക് യു. ഈ O മാധവന്റെ മകൾ സന്ധ്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയാണ്. ഇദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് പരിചയമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മുകേഷ് ഇപ്പോൾ വന്നിരുന്നു, എന്നോട് സംസാരിച്ചു. അപ്പോൾ മുകേഷ് സന്ധ്യ രാജേന്ദ്രൻ്റെ സഹോദരനാണ്, അഥവാ അളിയൻ്റെ അളിയനാണ് അല്ലേ? ഓക്കെ, സന്തോഷം. നിങ്ങൾ പോയിട്ട് ആ പഴയടത്തിൻ്റെ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. നല്ല ആരോഗ്യമായിരിക്കും. നല്ല സൂപ്പർ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി കഴിക്കുന്നേ, പുട്ടും കടലയും. നിങ്ങൾ രാവിലെ എന്തോ അടിച്ച് പെരുക്കുന്നത്? ഊണ് ഉച്ചയ്ക്ക് അടിക്കാം. അപ്പോൾ നമ്മളും ഉണ്ടാവും, ഒന്നിച്ചുണ്ടാവും. അപ്പോൾ നല്ല ഭക്ഷണക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ, നടൻ കൂടി മാത്രമല്ല. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ഇടവേള വേണം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.